ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ക്യൂട്ട് ആർട്ട് ഹവേഴ്സ്. വരയിലൂടെ വർത്താനം ഭാഗം 2. നമ്മൾ എല്ലാം പെർഫെക്റ്റായിട്ട് എല്ലാം നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായിപ്പോവും. ഡു ഫീൽ ലൈക്ക് ടുഡേ. ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് തന്നെ ചെയ്യുക. അല്ലാതെ നമുക്ക് എല്ലാം ശരിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എന്തെങ്കിലും ഒരു വോയിസ് കൊടുക്കാനാണെങ്കിലോ നമ്മുടെ സൗണ്ട് ശരിയല്ല, അയ്യോ എൻ്റെ സൗണ്ട് പെർഫെക്റ്റ് അല്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനാണെങ്കിലും അയ്യോ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ശരിയല്ല, അപ്പോൾ ഇത് ഭയങ്കര മോശം, അങ്ങനെ നമ്മൾ ഫീൽ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് സ്റ്റക്കായി തന്നെ ഇരിക്കും. പക്ഷേങ്കിൽ ആ ഒരു ഇതിനെയെല്ലാം മറികടന്ന് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു മൂവ് ഉണ്ടാവുള്ളൂ. ഒരിടത്തും സ്റ്റക്കാവാതെ പെട്ടെന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. സമയം നമുക്ക് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്തിരിക്കില്ല. നമ്മൾ സമയത്തിന് വേണ്ടിയിട്ട് മാക്സിമം വെയിറ്റ് ചെയ്തിരിക്കണം. ടൈം നെവർ വെയിറ്റ് ഫോർ അസ്, സോ വി വെയിറ്റ് ഫോർ ടൈം എന്നാണല്ലോ. അതെ, നമ്മൾ എല്ലാ കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് നമ്മൾ ചെയ്ത് മാത്രമേ ഒരു കാര്യം പെർഫെക്റ്റ് ആവുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും ആദ്യം തന്നെ പെർഫെക്ഷൻ കിട്ടിയിട്ട് ഒരു കാര്യം നമുക്ക് എൻഡിലെത്തിക്കാൻ പറ്റില്ല. അപ്പം ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ഇന്ന് തന്നെ ചെയ്യാം. ഇപ്പം ഈ ഫ്ലവർ ചെയ്യുമ്പോൾ പലരും ഇത് ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷേ ഈ കളറില്ലല്ലോ അല്ലെങ്കിൽ ഈ പേപ്പറില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കും. നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. അത് നമ്മളാണ് എങ്ങനെ അത് യൂസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നത്. ഈ ക്രാഫ്റ്റ് ഐഡിയാസ് അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് എന്തും ആയിക്കോട്ടെ, അതിലെല്ലാം നമുക്കൊരു ക്രിയേറ്റിവിറ്റി ആണല്ലോ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഞാൻ A4 ചെയ്തത് ന്യൂസ് പേപ്പറിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ കളർ കൊടുത്താൽ മാത്രമേ ഫ്ലവർ ആവുകയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല രീതിയിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ഒരു ലോങ് വീഡിയോയിൽ കുറേ ക്രാഫ്റ്റ് ഐഡിയാസ് ഉണ്ട്. ഓക്കെ, ബൈ ബൈ.